അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതുകയാണ് ഒരാള്. പേരെഴുതുന്നിടത്ത് നബി ഇമാം റളിയല്ലാഹു അൻഹു പിശുക്കരുത്, സ്വലാത്ത് പൂർണ്ണമായി എഴുതണം. എഴുതണ്ടേ? അതിപ്പോ എന്താ പരിപാടി? ഒരു സ്വാ നിട്ടൂലേ റളിയല്ലാഹുവിന്റെ അവിടെ റാ നിട്ടു. പഴയ കാലത്തെ ഉലമാവുന്നതിന് സമ്മതിച്ചില്ലായിരുന്നു, ഒരിക്കലും സമ്മതിച്ചില്ല. കയ്യെഴുത്ത് മാസിക ദർസിൽ ഇറക്കുന്നതിൽ വരെ അങ്ങനെ എഴുതാൻ വിടൂലായിരുന്നു. നമ്മളെ ഉസ്താദുമാരിൽ ഒരു ഉസ്താദാണ് മർഹൂം TC ഉസ്താദ്. മുമ്പ് ഓതിയപ്പോ ചെറിയ പിസ്ഥാനിൽ തോന്നുന്നതിന് മുമ്പ് ആക്കോട് TC ഉസ്താദ്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവര് കയ്യെഴുത്ത് മാസിക എഴുതുന്നതിന് മുമ്പ് എഴുത്തുകാരെയും അതിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നസീഹത്ത് ഉണ്ടാകും, ഒരു 10-15 മിനിറ്റ്. ആ നസീഹത്തിൽ കാര്യമായിട്ട് അദബുകളാണ്, കാര്യമായി എല്ലാത്ത നസീഹത്താണ്. എങ്ങനെ എഴുതണം, എഴുതുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏതെല്ലാം രൂപത്തിൽ എഴുതുന്നതൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട്. ഒന്നും ആ മാസിക നമ്മളിങ്ങനെ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അദബുകേടായിട്ടൊന്നും ഉണ്ടാകൂല. പിശുക്കല്ലേ നമുക്ക് അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫുള്ളായിട്ട് ചൊല്ലേണ്ട സന്ദർഭത്തിൽ പോലും എന്തേ ചൊല്ലുള്ളൂ? ബിസ്മില്ലാഹ്. അതന്നെ ചൊല്ലിയ വലിയ കാര്യം. നിങ്ങളെന്താ പറയണേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് ചൊല്ലണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു അറവ് നടത്തുമ്പോ ബിസ്മില്ലാഹി മദീന അവിടെ വരെ ചെല്ലണം എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അറവ് നടത്തുന്നത് വരെ സ്ഥലത്ത് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് ചൊല്ലണം. ചിലരെന്താ അവിടെ ബിസ്മില്ലാഹി മദീന എന്ന് പറയാൻ കാരണം അത് അറവല്ലേ, അതുകൊണ്ട് ഇപ്പുറത്ത് ചൊല്ലുന്ന റഹ്മാനുർ റഹീം അല്ല, റഹ്മത്തിനോട് ചേരൂല. അതിനുള്ള റഹ്മത്ത് തന്നെയാണ് അതിനെ അർത്ഥം കൊണ്ട് മട്ടത്തിന് പണിയാക്കാന്നുള്ളത്. അല്ല കുർജീവനാക്കി വിടുകയല്ലോ, അല്ലെ തലക്കടിച്ച് കൊല്ലല്ലോ. അതിന് പാകപ്പെട്ട രൂപത്തിൽ അതിന്റെ റൂഹിനെ നീങ്ങാനുള്ള അവസരം കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടും കാര്യമായിട്ട് ഇടങ്ങേറില്ലാത്ത രൂപത്തിലുള്ള അറിവ് നടത്തിയിട്ട് അതൊരു റഹ്മത്താണ്. അപ്പൊ അവിടെയും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ചൊല്ലണം, ബിസ്മില്ലാഹി ചൊല്ലണം എന്ന് ഹദീസിലൊക്കെ പറഞ്ഞത് സഹോദരങ്ങളെ. അതിന്റെ തുടക്കം പറഞ്ഞു തന്നതാണ് ഫുള്ളായിട്ട് ചൊല്ലണം. വീട്ടിലേക്ക് ഒരാൾ പ്രവേശിച്ച് കടകടക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാവിലെ ആരാണോ ആദ്യം കതക് തുറക്കുന്നത് അയാൾ ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാത്രങ്ങളൊക്കെ മൂടി വെക്കുന്ന ഉമ്മമാരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. മൂടി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വിലങ്ങനെ വെക്കാൻ ഒരു പലക കിട്ടുമോ? എന്നാൽ ആ പലക എങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് വീതിയിലോ നീളത്തിലോ വെച്ചിട്ട് അപ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മുഴുവനായിട്ട് ചൊല്ലുന്നത് വലിയൊരു കാവലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ, 19 അക്ഷരമാണ്. 19 അക്ഷരമില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്? അത് 19 മലക്കുകളിൽ നിന്ന് വലിയൊരു കാവലാണ്. എവിടെയാ 19 മലക്കുകൾ ഉള്ളത്? നരകം കാക്കുന്ന സബാനിയത്തിന്റെ എണ്ണം 19 അല്ലേ? അലൈഹാ 19. ആ നരകത്തിന്റെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന മലക്കുകൾ 19 എണ്ണമാണ്. അത്രയേ ഉള്ളൂ എന്ന് നിസാരപ്പെടുത്തി കാണണ്ട. ഒരു മലക്കിന്റെ അകലം തന്നെ പറഞ്ഞാൽ തന്നെ വലിയ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈന മൻകിബൈ അഹദിഹിം, ആ 19 ഒരാളുടെ 2 ചുമലിനിടയിലുള്ള അകലം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ഒരൊറ്റ മലക്കിന്റെ 2 ചുമലിനിടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന് ഇടയിലുള്ള അത്രയും വലിയ അകലമാണ്. സുബ്ഹാനല്ലാഹ്, എന്തിനാ
19 ഒന്ന് പോരെയോ സഹോദരങ്ങളെ? ആ 19 മലക്കുകളിൽ നിന്ന് കാവൽ ലഭിക്കാനുള്ള വലിയൊരു ദിക്റും കൂടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുക്കേണ്ടതില്ല, മുഴുവനായി ചൊല്ലിക്കോളൂ, നല്ല പ്രതിഫലം ലഭിക്കും. അങ്ങനെ പലയിടത്തും നമ്മൾ ചുരുക്കുന്നത് ചുരുക്കണം, ചുരുക്കിയിട്ട് സഹോദരങ്ങളെ മുഴുവനായി ചൊല്ലണം. ദിക്റ് ചൊല്ലുന്നിടത്തും കാണാൻ അങ്ങനെ ആൾക്കാർ ചുരുക്കുന്നു. ദിക്റ് ചെല്ലുന്നിടത്ത് ചുരുക്കും. നിങ്ങൾ ശ്രദ്ധിക്കില്ല, ദിക്റ് ചെല്ലുന്നിടത്ത് ചുരുക്കുന്ന കണ്ടോ? കാണിച്ചു തരാം. ഇമാമ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ മാല പിടിച്ചിങ്ങനെ മറിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് നമുക്കൊരു തംബീഹാക്കിയതാ. അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ആ ദിക്റ് വിരലുമേൽ ചുരുക്കും, നാവോണ്ട് ചൊല്ലാതെ. ഞാൻ അടുത്ത് പറഞ്ഞോളി. അപ്പൊ നാവുമ്പൽ ചൊല്ലാതെ ചുരുക്കി. ചില ആൾക്കാർ ഹൈ സ്പീഡിലാക്കിയിട്ട് സൂന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ് ഉണ്ടാവുമെന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോ എത്ര അക്ഷരമുണ്ട്? സുബ്ഹാന അതിലല്ലേ 10 അക്ഷരം. അല്ലാഹ് അതുമില്ലേ 10 അക്ഷരം. മൊത്തം കൂട്ടുമ്പോ എത്ര അക്ഷരായി? സുബ്ഹാന 5 അക്ഷരം, അല്ലാഹ് 5 അക്ഷരമില്ല, 10 അക്ഷരായില്ലേ? ഈ 10 അക്ഷരം എന്നായിട്ട് മൊഴിയുന്നുണ്ടോ? എവിടെ സുബ്ഹാനല്ലാഹ്? ഈ സുവാണ് ഇങ്ങനെ കേക്കണ്. ഒരു സുബ്ഹാനല്ലാഹ് 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 ഒരു 33 വട്ടം സാവകാശം ഇങ്ങനെ ചൊല്ലാൻ ഇത്രത്തോളം ടൈം എടുക്കും. നമ്മളെന്തിനാണ് വെറുതെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്? ആരായിട്ടൊന്നും കിട്ടൂല, വെറുതെയാണ്, വെറുമ്പണിക്ക് നിൽക്കുക. വിരലിങ്ങനെ അളക്കുന്ന ആൾക്കാരോട് പറയട്ടെ, എന്തെങ്കിലും ആ രൂപത്തിൽ ഒരു എക്സസൈസ് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കിട്ടും. വിരലിങ്ങനെ ചലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എക്സസൈസ് ഉണ്ടെങ്കിലേ ഇവിടെ ഏതെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോ രക്തം മറ്റോ കട്ടു പിടിച്ചു പോയിണെങ്കിൽ ഒക്കെ ഒന്ന് അനക്കാൻ സുഖമാണ്. ഇങ്ങനെ വിരലുകൊണ്ട് മാത്രം തസ്ബീഹുള്ള ആൾക്കാർക്ക് അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് നേർക്ക് നേരെ തന്നെ. അപ്പൊ അവരെ വക ഒരു മസല പുറത്തേക്ക് പറയുന്നുണ്ട്, ഉസ്താദെ ദിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആള് വെല്ല അനക്കിയാലും ദിക്റായി കൂട്ടുന്നു. അത് നമ്മളെ പറ്റിയല്ല പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്, നമ്മളെ പറ്റിയല്ലത്. അത് ദാക്കിരീങ്ങളെ പറ്റിയാണ്. ദിക്റിലായി മുഴുകിയ മഹാന്മാരുണ്ട്. ഒരു ദിവസം 1000, 2000, 3000 ഒക്കെ ദിക്ർ ചൊല്ലുന്ന ആൾക്കാര്. അച്ചൊല്ലുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മാലയൊന്ന് ചൊല്ലാതെ മറിച്ചാലും ആ മറിക്കുന്നത് ദിക്റായിട്ട് ഗണിക്കപ്പെടും. അതങ്ങനെ തന്നെ കൂട്ടി അവർക്ക് കൂലി നൽകപ്പെടും. അല്ല നമ്മളെ പോലത്തെ ഈ ദിക്റുകാരെ പറ്റിയല്ലത് പറഞ്ഞത്. സഹോദരങ്ങളെ, ദിക്ർ അതിന്റെ യഥാർത്ഥ അക്ഷരങ്ങളൊക്കെ മൊഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. പിശുക്ക് കാണിക്കരുത്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമുണ്ടാകും ഒരു ചൊല്ലുന്ന ദിക്ർ. ബാക്കിയൊക്കെ എന്തൊക്കെയോ ഒരു അപശബ്ദങ്ങളാണ്. അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ല, വ്യക്തമായിട്ട് തന്നെ ചൊല്ലണം. പിശുക്കരുത്. ഇബാദത്തിൽ ഒരു നിലക്കും പിശുക്ക് പാടില്ല. അതേ കൊടുക്കേണ്ടിടത്തും പിശുക്ക് പാടില്ല. ശുഹുൻ മുത്താ